ഉടുമ്പൻചോല വഴിയാണ് നമ്മൾ കമ്പത്തിന് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് കാണുന്ന ഒരു മലനിരകളാണ് നമ്മളിത്. കമ്പത്തിലേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് ഉടുമ്പൻചോലയിൽ നിന്ന് ഏതാണ്ട് 38 കിലോമീറ്ററോ അത്ര അങ്ങാണ്ടേ ഉള്ളൂ കമ്പത്തിനെ. അപ്പം നമ്മളതുവഴി പോവുകയാണ്. കമ്പത്ത് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഈ പുളി മരങ്ങൾ, ധാരാളം പുളിമരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരിയധികം പുളിമരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വഴിയിലൂടെ കമ്പത്തുനിന്ന് നമ്മൾ കമ്പംമെട്ടിലേക്ക് തിരിയുന്ന വഴിയിലേക്ക് വരുവാണേ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ റോഡിൻ്റെയൊക്കെ ഒരു ഭംഗി, അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ വളരെ രസകരമാണ് കേട്ടോ എല്ലാ യാത്ര. അതായത് വണ്ടി അങ്ങനെ ആയാസപ്പെടുത്തിയിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. വളരെ സുഖകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന വഴികളാണ്. അതുപോലെ തന്നെ പോലീസൊക്കെ വഴിയിൽ ഉണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ചെക്കിംഗ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് വളരെ സുഖകരമായ രീതിയിൽ വണ്ടി ഓടിക്കാവുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. ഫെൻസിങ് കെട്ടിയേക്കുന്നതൊക്കെ കാണാം. എന്തിൻ്റെയാണെന്നറിയില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഒരു പഞ്ഞിത്തോട്ടമാണ് കാണുന്നത്. മൂത്തതും വിളവെടുക്കാൻ പാകമായതുമായിട്ടുള്ള പഞ്ഞി കോട്ടനാണ് കാണുന്നത്. മാന്തോട്ടമാണ്, മാവിൻ്റെ തോട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ മതിലിന് വെളിയിൽ നിന്ന്, അല്ലെ ഫെൻസിങ്ങിന് വെളിയിൽ നിന്ന്, വേലിക്ക് വെളിയിൽ നിന്ന് മാത്രമേ ചിത്രങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഗേറ്റിനൊക്കെ വെളിയിലാണ് നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് എടുക്കുന്നതാണ്. ഇനി അകത്തൊക്കെ കയറിയാലാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പെർമിഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ചിത്രങ്ങൾ എടുക്കുകയാണ്. അടുത്ത തെങ്ങിൻ തോപ്പാണ് കാണുന്നത്. ഇതിൽ മൂത്ത തേങ്ങകളൊന്നും കാണാനേ ഇല്ല. കരിക്ക് പരുവായുള്ള എല്ലാം